ഈ കല്യാണത്തിന് മുഹൂർത്ത സമയത്ത് വേറിയുന്ന ഉപയോഗിച്ച അതേ സാരിയിലാണ് അവരുടെ ഫസ്റ്റ് ബേബീനെ ഹോസ്പിറ്റലിൽ നിന്ന് ആ പുടവയിലോട്ടാണ് അവർ ഈ കുട്ടികളെ അവിടുന്ന് റിസീവ് ചെയ്യുക. കാരണം നമ്മൾ എപ്പോഴും മറക്കാൻ പറ്റാത്തൊരു കാര്യം, നമ്മൾ എവിടുന്നാണോ ജനിച്ചത് ആ മണ്ണ് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മൾ ആ തിരിച്ച് നമ്മുടെ പ്രായം കൂടുമ്പോൾ ആ മണ്ണ് നമ്മളെ തിരിച്ചു പിടിക്കും. വൈവിധ്യപൂർണ്ണമാണ് ഇന്ത്യ, നാനാത്വത്തിൽ ഏകത്വമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത്രമേൽ വൈവിധ്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കാറില്ല. ഇപ്പം നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ ആഘോഷപൂർവ്വം മലയാളികൾ ഒരുങ്ങി പൊന്നിൻ ചിങ്ങമാസത്തെ കാത്തിരിക്കുമ്പോൾ ഈ കർക്കിടകം നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ കർണാടകയിൽ മറ്റു രീതിയിലാണ്. വളരെ നിശബ്ദമായ കർക്കിടകം, ഒന്നുമില്ലാത്ത കർക്കിടകം. കഴിഞ്ഞ കർക്കിടകത്തിന് ശേഷം കല്യാണം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർ പോലും ഈ ഒരു മാസം അവരവരുടെ വീടുകളിൽ മാറിക്കഴിയുന്ന ഒരു കർക്കിടകം. കച്ചവടത്തിനൊപ്പം സാമൂഹ്യ അനുഭവം പങ്കുവെക്കുകയാണ് കഴിഞ്ഞ 50 വർഷം ഇവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്മാൻ സാഹിബ് എന്ന അനുഗ്രഹ ടെക്സ്റ്റൈൽസിന്റെ ഉടമ. കേൾക്കാം. കർക്കിടക മാസത്തിലൊക്കെ വിശ്വാസപരമായ ഓരോ നാടിനും ഓരോ വൈവിധ്യം. ഇവിടുത്തെ ചില കച്ചവടത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ കർണാടക, ഞാൻ ഇവിടെ 88-ലാണ് എൻ്റെ ഡാഡി ഉപ്പ വന്നിട്ട് 1943 ഇവിടെ ജോലി ആവശ്യാർത്ഥം വന്നതാണ്. ഞാൻ തുടക്കം പോലെ പറയാം. എൻ്റെ വാപ്പ 1943 ഇവിടെ ജോലി ആവശ്യാർത്ഥം വന്നതാണ്. അങ്ങനെ ജോലിയായി, മാനേജറായി, പാർട്ട്ണർഷിപ്പിൽ കട തുടങ്ങി, സ്വന്തം കട തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ പടിപടിയായിട്ടാണ് ബാംഗ്ലൂരിൽ ജീവിച്ചു പോകുന്നത്. ഞാനിവിടെ 1988 മുതൽ 18ാമത്തെ വയസ്സിൽ വാപ്പാൻ്റെ കൂടെ കടയിൽ ജോലിയുമായി ബന്ധപ്പെട്ട് വന്നതാണ്. എൻ്റെ ഈ 40 വർഷത്തെ ഉള്ള ജീവിതത്തിൽ ഏകദേശം മിക്ക ഭാഗവും ബാംഗ്ലൂർ തന്നെയാണുള്ളത്. വളരെ കുറച്ച് സമയം മാത്രമേ നാട്ടിലോട്ട് പോകാറുള്ളൂ. ഇവിടുത്തെ ഈ കന്നഡിഗാസിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അവരുടെ ആ നിഷ്കളങ്കമായ ആ ഒരു സ്നേഹം, ഒരു വിദ്വേഷവും ഇല്ലാതെ, മറ്റു നാടുകളിൽ നിന്ന് വന്നിട്ട് ബിസിനസ് ചെയ്യുന്നവരാണ്, എല്ലാം ഞങ്ങളെ ഭാഷക്കാരല്ല, ഞങ്ങളെ ദേശക്കാരല്ല, ഞങ്ങളെ ജാതിക്കാരല്ല, അങ്ങനെ ഒരു ചിന്ത പോലും. വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട്, ഒരുപാട് റെസ്പെക്ട്. കാരണം ഇതിന്റെ 40 വർഷത്തിന്റെ ഇടയ്ക്ക് ഇന്ന് പോലും ഒരാളുമായിട്ട് എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല. അതിലൊരുവായി ഞാൻ ഒരാളോട് മോശമായി സംസാരിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. അത്ര വളരെ സോഫ്റ്റ് ആയിരിക്കുന്ന, സ്നേഹ സമ്പന്നമായിരിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ കന്നഡിഗാസ്. അവർ വിശ്വാസികളാണ്, അടിയുറച്ച വിശ്വാസികളാണ്. ഒരു പൂജ പോലെ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം 3 വിഭാഗമാണ് മെജോറിറ്റി. ഒന്ന് ഹിന്ദുസ്, മുസ്ലിംസ്, ക്രിസ്ത്യൻസ്. ഹിന്ദുസിന് മെയിൻ 2 ഫെസ്റ്റിവൽസേ ഉള്ളൂ, മുസ്ലിംസിനും മെയിൻ 2 ഫെസ്റ്റിവൽസ്, ക്രിസ്ത്യൻസിനും 2 ഫെസ്റ്റിവൽസേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ കന്നഡിഗാസിന് ഓൾമോസ്റ്റ് എല്ലാ മാസങ്ങളിലും 1ഉം 2ഉം കാര്യമായ ഒരു മോശമല്ലാത്ത രൂപത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പൂജാ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ കൃത്യമായിട്ട്, വളരെ അതിന്റെ ഭക്തിയോട് കൂടിയിട്ട് അതൊക്കെ നിർവഹിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യ സമൂഹമാണ് ഇവിടുത്തെ കന്നഡിഗാസ്. നമ്മുടെ ഇപ്പോഴത്തെ കർക്കിടക മാസത്തിലെ അവരുടെ ഒരു പ്രത്യേകത എന്താണ്? ഇവിടെ അതിന് പറയാ ആഷാഢ മാസം എന്നാ പറയാ. ഈ ആഷാഢ മാസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫംഗ്ഷനും നടക്കില്ല. ബർത്ത്ഡേ മാത്രം സെലിബ്രേഷൻ നടക്കും. മറ്റൊരു പരിപാടി, നല്ല കാര്യങ്ങൾ, ഒരു വീട് മാറലോ അല്ലെങ്കിൽ വീടിന്റെ പണി തുടങ്ങലോ, അങ്ങനെ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യലോ, ഈവൻ ബാങ്ക് അക്കൗണ്ട് പോലും തുടങ്ങത്തില്ല. അത്ര ഷാർപ്പായിട്ട് ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ മറ്റൊരു വിഷയം, ഈ കഴിഞ്ഞ ആഷാഢത്തിന് ശേഷം കല്യാണം നടന്ന കപ്പിൾസ് വൈഫിന്റെ വീട്ടിലും ഹസ്ബൻഡിന്റെ വീട്ടിലാണ് താമസിക്കുക. ഈ ഒരു മാസം, ഈ ഒരു പീരീഡിൽ അത്ര പോലും അവര് അതിന് സൂക്ഷ്മത പാലിച്ച് അതിന്റെ ഭക്തി എന്താണോ അതിന്റെ ഒറിജിനാലിറ്റിയോട് കൂടിയിട്ട് ഫോളോ ചെയ്യുന്നവരാണ് ഇവിടുത്തെ കന്നഡിഗാസ്. സാധാരണ സാമ്പത്തികം, കച്ചവടം, സാധനം വാങ്ങുന്നത്, ഇങ്ങനെയൊക്കെ വരുന്നതിന് പ്രത്യേകിച്ച് ഈ വിശ്വാസപരമായ കാര്യങ്ങൾ ഇവർ നോക്കാറുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് ഓരോ വിഭാഗത്തിനും ഓരോ ആചാരങ്ങളുണ്ട്. കാരണം ഈ കല്യാണ പർച്ചേസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പട്ടുസാരികൾ അത് അവർക്ക് ചില ആൾക്കാർ അത് പൂജ ചെയ്തു കൊടുക്കണം. അത് ചില ഞങ്ങൾ പോലത്തെ ബിസിനസ്സുകാർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിന് അവർ സബ്സ്റ്റിറ്റ്യൂട്ട് നേരെ മേടിച്ച് പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് പൂജ ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർക്കാറുണ്ട്. പിന്നെ അല്ലാത്തവർക്ക് ചില ആൾക്കാർക്ക് പൂജയുടെ ആവശ്യമില്ല. അത് വേറൊരു കണക്റ്റഡ് ആണ്. ഈ കല്യാണത്തിന് മുഹൂർത്ത സമയത്ത് വേറിയുന്ന
ഉപയോഗിച്ച അതേ സാരിയിലാണ് അവരുടെ ഫസ്റ്റ് ബേബീനെ ഹോസ്പിറ്റലിൽ നിന്ന് ആ പുടവയിലോട്ടാണ് അവർ ഈ കുട്ടികളെ അവിടുന്ന് റിസീവ് ചെയ്യുക. അത്ര മഹത്വമാണ് ആ ഒരു മുഹൂർത്തം സാരിക്ക് അവര് കൊടുക്കുന്ന വാല്യൂ. അത് അവരെപ്പോഴും ലൈഫ് ലോങ് നമ്മുടെ താലിയൊക്കെ സൂക്ഷിക്കും പോലെ അവരെപ്പോഴും ആ ഒരു സാധനം അവർക്ക് അറിയും. അവരത് സൂക്ഷ്മമായിട്ട് അത് എന്ത് ചെയ്യും, അവരെ സൂക്ഷിപ്പ് ശേഖരത്തിൽ അത് വെച്ചിരിക്കും. ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനും വീട്ടിൽ കൊണ്ടുപോകുന്നതിനും ഒക്കെ പ്രത്യേകമായ എന്തോ ഒരു സമയമൊക്കെ നോക്കി ചിലർ അങ്ങനെയൊക്കെ ചെയ്യും. തീർച്ചയായിട്ടും അത് ചില ദിവസങ്ങളിൽ അവർ പർച്ചേസ് ചെയ്താൽ സാധനങ്ങൾ ഇവിടെ വെക്കും. ഞങ്ങളെ സ്റ്റോറിൽ തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം കൊണ്ടുപോകുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. കാരണം അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് പിന്നെ എല്ലാ ദിവസവും വരാൻ പറ്റില്ല. ചില ദിവസങ്ങളൊക്കെ അവർക്ക് പർച്ചേസ് ചെയ്യാം, പക്ഷെ വീട്ടിലോട്ട് കൊണ്ടുപോകില്ല. അത് ഈ ശകുനൊക്കെ നോക്കിയിട്ടാണ് അവര് പർച്ചേസിന് പോലും പിന്നെ ഇറങ്ങുന്നത്. ഈ പറഞ്ഞ ഈ ശകുന ഇതൊക്കെ നോക്കിയിട്ടാണ്, എന്താണ് ഈ മുഹൂർത്തമൊക്കെ നോക്കിയിട്ട്, എന്താണ് അതിന്റെ ഈ കാര്യങ്ങളില്ലേ, ഹിന്ദുശാസ്ത്രപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഓൾമോസ്റ്റ്. അത് എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, ഒരു 20% ആൾക്കാർ എന്ന് പറയാം. 80% ആൾക്കാർ നോർമലാണ്. ഈ കടം വാങ്ങിച്ച് നാട്ടിലെ പോലെ പറ്റിക്കുന്നവരുണ്ട്. ഞങ്ങൾ കടം കൊടുക്കാറില്ല, ഞങ്ങൾ മേടിക്കാറുമില്ല. സാമ്പത്തിക ഇടപാടുകളിലൊക്കെ എങ്ങനെയാണ് സൂക്ഷ്മതയുള്ളത്? വളരെ സത്യസന്ധന്മാരാണ്. വളരെ സത്യസന്ധന്മാരെന്ന് വെച്ചാൽ ഒരുപാട് എന്താ പറയാ, നല്ല മനുഷ്യന്മാരാണ് ഏകദേശം ഓൾമോസ്റ്റ്. പിന്നെ എല്ലാ സമൂഹത്തിലും മൈനസ് ആൾക്കാരുണ്ട്, അതുപോലെ കുറച്ച് ആൾക്കാരില്ല. നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയ ഏതെങ്കിലും പെരുമാറ്റോ അനുഭവമോ ഒരെണ്ണം ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു 40 വർഷത്തിനിടക്ക് ഞാനിപ്പോ എന്റെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തില് സെക്കൻഡ് ജനറേഷൻസ് വരാൻ തുടങ്ങിയിട്ട് ശേഷം 10-15 വർഷം. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ തുടിക്കാശോടുകാരനാണല്ലോ. അപ്പൊ ഫസ്റ്റ് ഈ ബോൺ ബേബി ആയ ഉടനെ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ഡ്രസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ കുട്ടികൾ വലുതായി അവരെ എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് യൂണിഫോം ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരെ കല്യാണത്തിന് ഞാൻ ഡ്രസ് കൊടുത്തിട്ടുണ്ട്. ആ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ ശേഷം അവരുടെ മക്കൾക്ക് പിന്നെ ഡ്രസ് കൊടുക്കാൻ തുടങ്ങിയ ശേഷം 10-15 വർഷം. കഴിഞ്ഞ മാസം 2 മാസം മുമ്പേ എന്റെ റെഗുലർ കസ്റ്റമറാണ്, അവിടെ മകളെ കൂട്ടി വന്നു. മകൾക്ക് ഓൾമോസ്റ്റ് അറൌണ്ട് 12-13 ഇയേഴ്സ് ഉണ്ടാവും. അപ്പൊ അയാൾ പറയാണ് എനിക്ക് ഇവിടെ മനസ്സിലാവുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എന്റെ മകളാണ്. ഈ കുട്ടി നിങ്ങളെ കടയിലോട്ട് 4ാമത്തെ ജനറേഷനാണ്. എന്നാൽ അവരെ വല്യച്ഛൻ, സൂപ്പർ വല്യച്ഛൻ വരാനുണ്ടായിരുന്നു ആദ്യം. 86 ഞങ്ങൾ ഈ സ്ഥാപനം പ്രതികരിക്കുന്നത്. അതിനുശേഷം അവരെ മക്കൾ വരാൻ തുടങ്ങി. അതിനുശേഷം അവരെ മക്കൾ ഇപ്പൊ അവരുടെ പേരക്കുട്ടി കൂടി വരാൻ തുടങ്ങി. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അത്രത്തോളം നമ്മൾ ആ ഒരു 40 ഇയേഴ്സ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തത് ഞങ്ങൾക്കും അത്യാവശ്യം ഗുണങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് 100% ആ സ്നേഹബന്ധമാണ് പിന്നെ അതില് നമുക്ക് ഹൈലൈറ്റ് ചെയ്യപ്പെടും. ചടങ്ങുകൾ, വിവാഹം, അങ്ങനെയൊക്കെ ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്. ഒരുപാട് പങ്കെടുക്കണം, പക്ഷെ പലതും മിസ്സാക്കാറാണ്. എന്ന് വെച്ചാല് അതേ അവസ്ഥ നാട്ടിലും പരിപാടികളുണ്ടാവും. മമ്മിയൊക്കെ നാട്ടിലത് കാരണം പിന്നെ നല്ല ഫംഗ്ഷനിലെ കുടുംബമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയും പോകേണ്ടി വരും. പക്ഷെ എങ്ങനെയായാലും ഒരുപാട് കല്യാണങ്ങളുണ്ടാവും ഒരാഴ്ചയും. ഈ കച്ചവടം, വ്യവസായമൊക്കെ വരുമ്പോ നാട്ടില് എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും കുറെ പേരെങ്കിലും ഈ കുടുംബ ബന്ധം, സാഹോദര്യ ബന്ധമൊക്കെ ഈ മാത്സര്യത്തിൽ ഇങ്ങനെ പോകാറുണ്ട്. ഇതിപ്പോ ഈ 83 മുതലുള്ള ഇത്രയും ഒരു ലോങ് ട്രാക്കിൽ നിങ്ങള് സഹോദരങ്ങളൊക്കെ തമ്മിൽ ഒരു വെൽ പ്ലേസ്ഡും 6 ദിവസം ബാംഗ്ലൂർ തന്നെയാണ്. പിന്നെ നല്ല ബന്ധങ്ങളാണ്. അവർക്ക് എല്ലാവർക്കും ഓരോ ബിസിനസ്സായിട്ട് ഇങ്ങനെ എന്താ പറയാ അവരവരെ മാനേജ് ചെയ്തിട്ട് നന്നായിട്ട് പോകും. കുടുംബത്തിന്റെ ഒരു കോംപ്രമൈസും ഇല്ല ബന്ധങ്ങൾ. ഒരു കാലം നാട്ടിലും ഒരു കാലം ഇവിടെ വെച്ചിട്ടും 2 കാലം ഒരു സ്ഥലത്ത് വെച്ചിട്ടില്ല. നാട്ടിൽ ഇവിടെ എങ്ങനെയാണോ ബന്ധം നിലനിർത്തിക്കൊണ്ട് അതേപോലെ നാട്ടിലും ബന്ധങ്ങൾ നിലനിർത്തുന്നുണ്ട്. കാരണം നമ്മൾ എപ്പോഴും മറക്കാൻ പറ്റാത്തൊരു കാര്യം, നമ്മൾ എവിടുന്നാണോ ജനിച്ചത് ആ മണ്ണ് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ പ്രായം കൂടുമ്പോൾ ആ മണ്ണ് നമ്മളെ തിരിച്ചു പിടിക്കും. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ച് ആ മണ്ണിലിട്ട് നമ്മൾ പോകേണ്ടി വരും. കാരണം അനുഭവത്തിന് വിളിച്ചത് പണ്ടൊക്കെ ഞങ്ങളുടെ കസ്റ്റമറുകളുടെ സംസാരത്തിൽ എനിക്ക് നാട് വേണ്ട, വീട് വേണ്ട, ഞാൻ ഇവിടെ തന്നെ സെറ്റിലായി എന്ന് പറഞ്ഞ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇവിടെ തന്നെ എഡ്യൂക്കേഷൻ കൊടുത്ത് വളർത്തി വലുതാക്കി ജോലിയായി. ഇപ്പോൾ ആ പേരൻസൊക്കെ വീടുകളിലൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, വേദന കൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് ലോക്കലാണ്. കുട്ടികൾ ഇവിടെ ഉള്ളവർ കുറവാണ്, കൂടുതലും അബ്രോഡാണ്, യൂറോപ്യൻ കൺട്രികളാണ്. അവരൊക്കെ മക്കളില്ലാതെ, പേരമക്കളില്ലാതെ പിന്നെ ബുദ്ധിമുട്ടി സമയം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുമാതിരി ജീവിതത്തിലാണ് പോകുന്നത്. അവരൊക്കെ ഇപ്പം കാണുമ്പോൾ പറയും നാട് ഒഴിവാക്കിയത് മോശമായി പോയി, നാട്ടിൽ എന്തെങ്കിലും വെച്ചിട്ട് വെക്കണമായിരുന്നു
കാരണം ഇപ്പം ഇവിടെ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. നാട്ടിലാണെങ്കിൽ ബന്ധുക്കളായിട്ടും പണ്ടുള്ള പരിചയക്കാരായിട്ടും പിന്നെ പല ആക്ടിവിറ്റീസ് ആയിട്ടും പിന്നെ സമയം പോവായിരുന്നു. ഇവിടെ റൂമിൽ അടച്ചിട്ട റൂമിൽ ടിവിയും കണ്ട് സമയം പാഴാക്കാം. അപ്പൊ സ്നേഹ കച്ചവടം നാട്ടിൽ നടത്തുന്നുണ്ട്. എന്റെ കാര്യം ഞാൻ ഒരു കാലം നാട്ടിലും ഒരു കാലം ഇവിടെയാണ്.